ശരി, നമുക്ക് ഈ ലേബർ കോഡ് വ്യവസ്ഥകൾ അതാണ് പ്രശ്നമായിരുന്നു പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത് വ്യവസ്ഥകൾ എന്ന് നമുക്ക് നോക്കാം. ഇതിലേറ്റവും നിർണായകമായ ഒരു കാര്യമുള്ളത് 300-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ അവർ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുമ്പോൾ സർക്കാരിനെ അറിയിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ സർക്കാരിനെ അറിയിക്കണമെന്നായിരുന്നു മുമ്പത്തെ നിയമം. പിരിച്ചുവിടുന്നതിന് 1 മാസം മുൻപ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകണം. ഇവിടെ നമുക്ക് കോറോ ഹെൽത്തിൽ നോക്കിയാൽ അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഇനി 300 തൊഴിലാളികൾ കൂടുതലുള്ള കമ്പനിയിലാണെങ്കിൽ 3 മാസം മുൻപ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകണമെന്നതാണ് ലേബർ കോഡ് വ്യവസ്ഥയിൽ പറയുന്നത്. അതായത് കൂട്ടപ്പിരിച്ചുവിടലാണെങ്കിൽ സർക്കാരിനെ അറിയിക്കണം, 1 മാസം മുൻപ് നോട്ടീസ് നൽകണം. 300 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 3 മാസം മുൻപ് തന്നെ നോട്ടീസ് നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജോലി ചെയ്ത ഓരോ വർഷത്തിനും ശരാശരി 15 ദിവസത്തെ ശമ്പളം എന്ന തരത്തിൽ നഷ്ടപരിഹാരവും നൽകണം. പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച വ്യവസ്ഥ ഇതാണ്. ജോലി ചെയ്ത ഓരോ വർഷത്തിനും ശരാശരി 15 ദിവസത്തെ ശമ്പളം കണക്കാക്കിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, റീസ്കില്ലിംഗ് ഫണ്ടായി 15 ദിവസത്തെ ശമ്പളവും നൽകണം. റീസ്കില്ലിംഗ് ഫണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. 15 ദിവസത്തെ ശമ്പളമാണ് നൽകേണ്ടത്. ഇനി സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിൽ കുറഞ്ഞത് 60 ദിവസം മുൻപെങ്കിലും അടച്ചുപൂട്ടലിന്റെ കാരണങ്ങൾ വ്യക്തമാക്കി സർക്കാരിന് നോട്ടീസ് നൽകണം. അതായത് പിരിച്ചുവിടുകയല്ല, പകരം സ്ഥാപനം അടച്ചുപൂട്ടുന്ന സാഹചര്യമാണെങ്കിലും എന്തു ചെയ്യണം? സർക്കാരിന് 60 ദിവസം മുൻപ് ഇതിന്റെ കാരണമൊക്കെ വിശദമാക്കിക്കൊണ്ട് നോട്ടീസ് നൽകണം. ഇനി കാരണം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസിന്റെ പകർപ്പ് തൊഴിലാളി പ്രതിനിധികൾക്കും സർക്കാരിനെ അറിയിച്ചാൽ മാത്രമല്ല തൊഴിലാളി പ്രതിനിധികൾക്കും ലഭ്യമാക്കണമെന്നതാണ്. എഗ്രിമെന്റിൽ 3 മാസത്തെ ശമ്പളം നൽകി പിരിച്ചുവിടാമെന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ പിരിച്ചുവിടലുമായി കമ്പനിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നതാണ്. കമ്പനിയും തൊഴിലാളിയും തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെന്റിന് ലേബർ കോഡ് കൂടുതൽ പ്രാധാന്യം നൽകുന്നുമുണ്ട്. എഗ്രിമെന്റിലെ വ്യവസ്ഥ തൊഴിലാളി വിരുദ്ധമാണെങ്കിലും കമ്പനിക്ക് എഗ്രിമെന്റുമായി മുന്നോട്ട് പോകാം. അതൊക്കെ തന്നെയാണ് ഈ ലേബർ കോഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇനി